ഹായ് ഓൾ, വെൽക്കം ടു ഇനാര കളക്ഷൻസ്. ഇനാര കളക്ഷൻസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇനാര? ആരാണ് ഇനാര? ഇനാര ഞങ്ങൾ 3 പെണ്ണുങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഇനാര എന്നതിൽ I for ഇന്ദു, N for നീതു, R for രേഷ്മ. ഞങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനാര എന്നുള്ള ഈ ഒരു പേരിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് ഒരു അർത്ഥമുണ്ട്. ഇതൊരു അറബിക് വേർഡും കൂടെയാണ്. ഇലുമിനേറ്റിംഗ് ആൻഡ് ഷൈനിങ് ഉള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്ത് തുടങ്ങണം എന്നുള്ള ഒരു ആശയത്തിൽ ഞങ്ങളുടെ ഒരു ബിസിനസ്സാണ് ഞങ്ങൾ ആദ്യം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങൾക്ക് ക്ലോത്തിങ്ങിനോടും ഓർണമെന്റ്സിനോടും നല്ല താല്പര്യമുള്ള 3 ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് അതന്നെ നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. അതാണ് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അതിൽ തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടുകൂടി ഞങ്ങൾക്ക് കുറേ എൻക്വയറീസ് വന്നു. ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുകയും അതിലാണ് നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ജ്വല്ലറി തുടങ്ങിക്കൂടെ. പിന്നെ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമല്ല. അതായത് ഒരുപാട് നാള് ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കൊല്ലം മുന്നേ ഈ ആശയങ്ങൾ ഞങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വെച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് അങ്ങനെ വെച്ചാല് ഇതിനായിട്ട് ഇറങ്ങി പറയുകയാണെങ്കിൽ ജൂലൈ 13-ാം തീയതിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ള, ഇതുവരെ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് പോവല്ലാണ്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ജൂലൈ 13-ാം തീയതിയാണ്. അന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യുകയും ഇതുപോലെ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പോസ്റ്ററൊക്കെ ഇട്ടിട്ട് സാധാരണ രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാരികളൊക്കെ ഇറക്കി നമുക്ക് അന്ന് തന്നെ സാരി ഓണം പ്രമാണിച്ച് കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഞങ്ങൾക്ക് നല്ല എന്താ പറയാ നല്ല സപ്പോർട്ടും നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ പരിചയമുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ളവർ കമന്റ് ചെയ്ത് ചോദിച്ചു ഓർണമെന്റ്സ് ഇറക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ അതൊരു പോസ്റ്റായിട്ട് ഇട്ടു തുടങ്ങി. ഞങ്ങൾ ഇനി എന്താണ് അടുത്തത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 4 ഓപ്ഷൻസാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിഡ്സ് വെയർ, മെൻസ് വെയർ, ജ്വല്ലറി, വുമൻസ് വെയർ, സാരി ഐറ്റംസ് അങ്ങനെ രീതിയിൽ. പക്ഷെ അധികം ആളുകളും ജ്വല്ലറിയാണ് അതിന് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ സജഷനും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഞങ്ങൾ ഇടാനുണ്ടായിട്ടുള്ള കാരണം. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയുടെ ആ കമന്റ് കിട്ടുകയും ഞങ്ങൾ ജ്വല്ലറി തുടങ്ങാം എന്നുള്ള ധാരണയിലായി. ഓൾറെഡി ഞങ്ങളുടെ മനസ്സിലുള്ളത് ജ്വല്ലറി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോൾസെയിലറിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സമയമാണ് നമുക്ക് ഉണ്ടായിരുന്നതും. കാരണം പോസ്റ്റ് ഇട്ടു, അതിൻ്റെ പിന്നാലെ നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തണം. അതിനൊന്നും സാധിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഹോൾസെയിലറിന് കിട്ടിയിട്ടില്ല വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവരുടെ അടുത്തൊക്കെ നല്ല വില ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം, അഫോർഡബിൾ റേറ്റിലായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കൊടുക്കുന്ന പ്രൊഡക്റ്റും നല്ലതായിരിക്കണം, എന്നാൽ ഒരു സാധാരണക്കാരന് അത് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതുമായിരിക്കണം. ഞങ്ങൾ 3 പേരും ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ഓരോ പേജുകളിൽ നിന്ന് സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങളും ഓൾറെഡി നമ്മൾ എല്ലാവരും പോലെ തന്നെ ഇന്ന പേജിൽ ഇന്ന റേറ്റ് ആണെങ്കിൽ അടുത്ത പേജിൽ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മളുടെ പേജ് നോക്കണ ഒരാൾക്ക് ഓക്കെ എനിക്കിത് കൊള്ളാം, ഇത് വാങ്ങിക്കാൻ പറ്റണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും അങ്ങനെ വേണം എന്നുള്ളത്. പ്രൊഡക്റ്റും നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റിയിലായിരിക്കണം, എന്നാൽ അഫോർഡബിൾ റേറ്റിലാവണം എന്നുള്ളത് ഞങ്ങളെ 3 പേരുടെയും ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹോൾസെയിലേഴ്സിനെ നോക്കി. പക്ഷേ ഞങ്ങൾക്കതൊന്നും നമ്മളൊരു ടച്ചിൽ വന്നില്ല. ഇതേപോലെ തന്നെ സാധനങ്ങൾ കണ്ടപ്പോഴും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങളിത് വേണോ വേണ്ടേ എന്നുള്ളൊരു ഇതിൽ എത്തി. അവസാനം ഞങ്ങൾക്ക് ഒരാളെ കിട്ടി. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി. അതും ഫോട്ടോയിൽ കണ്ടിട്ട് മാത്രമേ, ഞങ്ങൾ നേരിട്ട് പോയിട്ടല്ല ആദ്യം പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഫോട്ടോ കണ്ടിട്ട് കുറച്ച് ലിമിറ്റഡ് സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമൊന്നും അറിയില്ല. അങ്ങനെ സാധനം നമുക്ക് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഞങ്ങൾ ഫോട്ടോസ് മാത്രമാണ് ഇട്ടത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണ ഇല്ല. സോഷ്യൽ മീഡിയ ഞങ്ങൾ വലിയ ആക്റ്റീവായ ആൾക്കാരും അല്ല.
അപ്പം Videos നമ്മൾ ഒക്കെ ഇടുന്ന ഫോട്ടോസ് ആയിട്ട് ഫോട്ടോസ് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോട്ടോസ് എങ്ങനെയൊക്കെയോ എടുത്ത കുറേ ഫോട്ടോസ് ഞങ്ങൾ ഇട്ടു. അങ്ങനെ ഇട്ട് കുറച്ച് ആളുകൾ ഇതേപോലെ തന്നെ നമ്മളൊരു എൻക്വയറി വന്നു. കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങി. ഫസ്റ്റിലത്തേക്ക് ഓർഡർ വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ എന്തോ ഇറക്കിയ പോലത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഇത് കാണുന്നവർ വിചാരിക്കും ഒരു സാധനം വിറ്റ് പോയാലാണോ അത്ര സന്തോഷം എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഞങ്ങൾക്കത് വലിയ കാര്യമാണ്. ഞങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള വഴിയിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പാണത്. അപ്പോൾ അത് ഇങ്ങനെ അതെ ചുവടുവെപ്പായിരുന്നു. അപ്പോൾ നമുക്കത് കിട്ടി എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവൽ കൂടി. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഒരു 15ഓളം ഓർഡറുകൾ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സാരി ആയിട്ടും ഓർണമെന്റ്സ് ആയിട്ടും ഞങ്ങളൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിജയം തന്നെയാണ്. സാരി ആയിട്ട് ഞങ്ങൾ കൊടുത്തു. അതിന്റെ പുറമെ ഓർണമെന്റ്സ് ആയിട്ട് നമ്മൾ കുറേ എണ്ണം സെയിൽ ചെയ്തു. ഇനി ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഞങ്ങൾക്ക് ഇത് ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന ടൈമിൽ തന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഈ സാഹചര്യം അനുസരിച്ചും അതിനനുസരിച്ചൊന്നും എല്ലാം കൂടെ അങ്ങ് എത്തിപ്പോയില്ലേ സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ കരുതി ഇനി ഇതിന് വേണ്ടിയിട്ട് മെനക്കെടണമെന്നാണ്. ഞങ്ങൾ 3 പേരും ഇതുപോലെ എന്താ പറയാ അപ്പൊ എല്ലാം കൂടെ എത്തിച്ചേരാത്തത് കൊണ്ട് ഈ രാത്രി സമയങ്ങളാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മളെ ഷിപ്പിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ പാക്ക് ചെയ്യുന്നതും. ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങളും. പിന്നെ അതേമാതിരി ഞങ്ങൾ ആദ്യം എടുത്ത ഫോട്ടോസ് ഒന്നും വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളൊരു നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുക. ഇതും ഇതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നിട്ടുള്ള അതുപോലത്തെ ഒരു സപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനും പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും പരിചയപ്പെട്ടു. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങിക്കുക. ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഫോളോ ചെയ്യുക. ഞങ്ങളെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കേ.